75 പവൻ ഞങ്ങൾ എന്നിട്ടും അവരുടെ നിലയ്ക്കും വിലയ്ക്കും ഞങ്ങൾ 75 പവൻ കൊടുത്തു. ഈ വീടും അതിന് ആ കൊച്ചിന് എഴുതി കൊടുത്തതാ. ആ ഒരൊറ്റ ഉറപ്പിൻ്റെ മേലെയാണ് ഷഹനയുടെ മയ്യത്ത് ഇന്നലെ ഖബറിലേക്ക് കൊണ്ടുവച്ചത്. ഈ കാണിക്കുന്ന ഒരു തൻ്റെടവും ഈ കാണിക്കുന്ന ആ ഒരു ആൾബലവും ഒക്കെ ജീവിച്ചിരിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് കാണിക്കാൻ കഴിയാതെ പോയത്? കഴിഞ്ഞ 2 വർഷങ്ങളായി ആ കുട്ടിയുടെ മദറിനുമായും അമ്മാവിയും അതുപോലെ തന്നെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നുള്ള പീഡനങ്ങളുടെ അവസാനമാണ് ഇന്നലെ സംഭവിച്ചത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. 75 പവനും സ്വന്തം വീടും എഴുതി കൊടുത്തിട്ടാണ് ഷഹനയെ നൗഫലിന് ആ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. എന്നിട്ടും ഇത്ര 75 പവൻ കിട്ടിയിട്ടും ഒരു വീട് തന്നെ സ്വന്തമായി കിട്ടിയിട്ടും ഷഹനക്ക് ലൈഫിൽ പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. വെറും 2 വർഷത്തെ ദാമ്പത്യ ജീവിതം, അതിനിടയിൽ കിട്ടിയത് 1.5 വയസ്സുള്ള ഒരു മകൻ. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് സ്വയം ജീവനൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. നമ്മുടെ പെൺകുട്ടി അല്ലെങ്കിൽ നമ്മുടെ കൗമിന് ശരിക്കും എന്താണ് പറ്റുന്നത്, എന്തിനാണ് വിവാഹം കഴിക്കുന്നത് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യം. നമ്മളൊന്ന് സ്വയം ഒരു ഭാഗത്തിരുന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നലെ ആ ഷഹനയുടെ മയ്യത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവരുടെ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ആ നടു റോഡിൽ കൊണ്ടുവന്ന മയ്യത്ത് കൊണ്ടുവന്ന് പോലീസിന്റെ മുൻപിൽ വളരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി. കാണുന്നവന്റെ ഉള്ളിൽ നെഞ്ച് തറക്കുന്ന പ്രതിഷേധങ്ങൾ. ഒടുവിൽ പോലീസുകാർ പറഞ്ഞത്, ഇതിന്റെ കാരണക്കാരായ ആളുകളെയൊക്കെ ഞങ്ങൾ പിടികൂടാം, ഞങ്ങൾ ആ ഉറപ്പ് നിങ്ങൾക്ക് നൽകുന്നു. ഒരാളെ നമുക്ക് പിടികൂടാനൊക്കെ തെളിവുകളും കാര്യങ്ങളൊക്കെ വേണം. പരമാവധി FIR വിപുലീകരിക്കാം, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താം. ഈ പെൺകുട്ടി എന്തിനിങ്ങനെ ചെയ്തു എന്ന എല്ലാ വശങ്ങളും, അമ്മായിമ്മ മർദ്ദിച്ചു, കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. ആ ഒരൊറ്റ ഉറപ്പിന്റെ മേലെയാണ് ഷഹനയുടെ മയ്യത്ത് ഇന്നലെ ഖബറിലേക്ക് കൊണ്ടുവച്ചത്. ഈ കാണിക്കുന്ന ഒരു തൻ്റെടവും ഈ കാണിക്കുന്ന ആ ഒരു ആൾബലവും ഒക്കെ ജീവിച്ചിരിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് കാണിക്കാൻ കഴിയാതെ പോയത്? ആ വീട്ടുകാർ പറയുന്നുണ്ട് 75 പവനാണ്. 75 പവൻ സ്ത്രീധനം ചോദിച്ചിട്ടല്ല നൗഫൽ കല്യാണം കഴിച്ചത്. സ്ത്രീധനമേ വേണ്ട എന്ന് പറഞ്ഞു. ഒടുവിൽ അവരുടെ നിലക്കും വിലക്കും പറ്റുന്ന ഒരവസ്ഥയിൽ സ്വന്തം മക്കളെ പറഞ്ഞേക്കണമല്ലോ. ഈ ചിന്തയൊക്കെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ തോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ആ വീട്ടുകാർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്ക്. 75 പവൻ ഞങ്ങൾ എന്നിട്ടും അവരുടെ നിലയ്ക്കും വിലയ്ക്കും ഞങ്ങൾ 75 പവൻ കൊടുത്തു. ഈ വീടും അതിന് ആ കൊച്ചിന് എഴുതി കൊടുത്തതാ. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും അവര് എന്റെ മൊഴിയെടുത്തതെന്ന് വെച്ചാൽ എന്റെ വീട്ടിലെ എന്റെ മക്കളെ എത്ര പേര്, ഞാൻ എവിടെ താമസിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് അങ്ങോട്ട് ഞങ്ങൾ അവരെ ഉപദ്രവിച്ച കാര്യം, അതും നേരത്തെ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ നാളെ എഴുതാം, ഇന്ന് FIR ഇടാൻ വേണ്ടി നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ ഇന്നലെ സംഭവിച്ച കാര്യം മാത്രം പറഞ്ഞാൽ മതിയെന്ന്. സങ്കടം തോന്നുന്നു നമ്മുടെയൊക്കെ കാര്യം. നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട്. 10-20 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ലോകം എന്തിനാണ് ഈ ഹസ്ബൻഡാക്കി മാറ്റുന്നത്? ഹസ്ബൻഡിന്റെ ലോകം എന്തിനാണ് ഭാര്യയാക്കി മാറ്റുന്നത്? ഇങ്ങനെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നൊരു സിസ്റ്റമാണ് നമ്മുടെ മുന്നിലുള്ളത്. നിർഭയം ഞാൻ ചോദിക്കട്ടെ, കല്യാണത്തിന് മുന്നിൽ നമ്മൾ സന്തോഷിച്ചിരുന്നില്ലേ? ആ സന്തോഷങ്ങൾ കണ്ടെത്താൻ നമ്മുടെ ലൈഫ്, നമ്മൾ കല്യാണം കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ നമ്മുടെ ലോകം അതുമാത്രമായിട്ട് മാറുമ്പോഴാണ് നമുക്കൊരുപാട് മോഹഭംഗങ്ങൾ വരിക. അവിടെയാണ് നമ്മുടെ ലൈഫ് ഇല്ലാതെയാക്കുന്നത്. ഈ പാവ ഷഹനയെ പോലെ ഇതേ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ മുന്നിലുണ്ട്. ഷഹന കുറച്ചും കൂടി തൻ്റെടിയാണെന്ന് ഞാൻ പറയൂ. കാരണം അമ്മായിമ്മയുടെ കയ്യിൽ നിന്നുള്ള ഈ അടിമിടിയൊക്കെ കിട്ടിയിട്ട് ജീവിക്കാൻ വയ്യാതായിട്ട് സ്വന്തം വീട്ടിൽ വന്നിട്ട് 3 മാസമായി. നൗഫൽ അടക്ക് കാണാൻ വരാറുണ്ട്. പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഞാൻ അങ്ങോട്ട് വരൂ എന്നുള്ള വാശിയിലായിരുന്നു. ആ വാശി ആവശ്യത്തിന് അത് വേണ്ടതുമാണ്. പക്ഷേ ആ മനുഷ്യൻ വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷന് വേണ്ടി 1.5 വയസ്സുള്ള കുട്ടിയെ കവർന്നെടുത്ത് കൊണ്ടുപോയപ്പോൾ താൻ പിന്നെ ആർക്ക് വേണ്ടി ജീവിക്കണം? ആകെ കുഞ്ഞായിരുന്നു തൻ്റെ മുന്നോട്ടുള്ള ലൈഫിന്റെ ടൂള്. ആ കുഞ്ഞ് പോലും നഷ്ടപ്പെടുമ്പോൾ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയിട്ട് ഒടുവിൽ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഇതിന് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ ഇതിന് ഒരു ഉത്തരവാദികളാണ്. 75 പവൻ കൊടുക്കുമ്പോൾ, ഒരു വീട് എഴുതി കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ മനുഷ്യർക്ക് പറഞ്ഞുകൂടാ, നിങ്ങൾ താമസിക്കുന്ന ഒരു വീട് ഞങ്ങൾക്ക് വേണ്ട,
ഞങ്ങൾ പുതിയ ജീവിതം ഉണ്ടാക്കാം. ഞാൻ അപ്പോഴും പറയുന്നു, ഉള്ളവർക്കേ ആർത്തി ഉണ്ടാവൂ. ഈ കുടുംബത്തിന് സംഭവിക്കുന്ന അതാണ്. നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ നമ്മുടെ മാനദണ്ഡം നമ്മൾ ഒന്ന് പൊളിച്ചെഴുതണം. നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ 2 പേർക്കും വേണമല്ലോ ദാമ്പത്യ ലൈഫ്. ആണിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലല്ലോ, പെണ്ണിന്റെ മാത്രം അല്ലല്ലോ. അപ്പൊ 2 കൂട്ടരും ഒരു കൂട്ടരും മാത്രം വീട് എഴുതി കൊടുക്കും. ഇത്രയും സ്വർണം കൊടുക്കേണ്ട ആവശ്യം എന്താണ്? 2 കൂട്ടർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന രീതി വരട്ടെ. ഈ സ്വർണങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താ കല്യാണം പടച്ചോ സ്വീകരിക്കൂല? ഞാൻ അതാ ചിന്തിക്കണേ. സ്വർണ്ണം ഒന്നും കൊടുക്കണില്ലെങ്കിൽ പടച്ചോ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇത് കിട്ടുമോ, വിഷമം കിട്ടുമോ? മറ്റവർക്ക് ഈ ഒരു ചിന്ത, കെട്ടിയോന്റെ വീട്ടിൽ ഉള്ള ഭയങ്കര സൗകര്യങ്ങളാണ്, നമ്മളൊട്ടും കുറവൊന്നും വരുത്തരുത്. ഈ ഭൗതികത മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ എവിടെ ചിന്തിക്കാത്ത ഓരത്രയും നിസ്കരിക്കണവരാണ് എന്ന് നമ്മളൊന്ന് നിസ്കരിച്ച് ശീലിക്കുക. അതില്ല. അവരത്രയും നല്ല മനുഷ്യരാണെന്ന് നമ്മളും അത്ര നല്ലവരാവുക. അങ്ങനെ നല്ലതിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യാനേ നമ്മൾ തയ്യാറല്ല. നമ്മൾ ഓൻ്റെ സൗകര്യങ്ങൾ നോക്കിയിട്ട് 75 പവൻ കൊടുത്ത് ഭൗതികതയിൽ മാത്രമാണ് നമ്മുടെ ജീവിതമെങ്കിൽ ആ ഭൗതികതയിലെ അത് അവസാനിക്കൂ. ഇങ്ങനെ ഹസ്ബൻഡിനോട് പൊരുതിയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടി ഒരല്പം ഈ കാണിക്കുന്ന ഒരു ആവേശമൊക്കെ ജീവിക്കാൻ വേണ്ടി കാണിച്ചിരുന്നെങ്കിൽ നമുക്കതൊരു അഭിമാനത്തോടെ പറയാം. പക്ഷേ ചില മനുഷ്യർ ചില നേരങ്ങളിൽ നിസ്സഹായരായിട്ട് പോകാൻ ഒറ്റ കാരണമുള്ളൂ. നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണെങ്കിൽ ആ സന്തോഷം നിലനിൽക്കില്ല. അതായത് നമ്മുടെ കേൾവി, കാഴ്ച, രുചി, മണം, സ്പർശം, ഇതാണല്ലോ പഞ്ചേന്ദ്രിയം എന്ന് പറയുന്നത്. നമ്മൾ തിന്നുന്നതിൻ്റെ സന്തോഷം പ്ലഷർ എന്ന് പറയും. സന്തോഷം പല രൂപത്തിലുണ്ട്. നമ്മൾ സന്തോഷമായിട്ട് കാണുന്നത്, എനിക്കെൻ്റെ ഹസ്ബൻഡിനെ കാണുന്നത് സന്തോഷമാണ്. ആ സന്തോഷം, ആ കാഴ്ച കുറച്ചേരം ഹസ്ബൻഡിന്റെ സ്വഭാവം മാറിയാൽ ആ സന്തോഷം പോയി. നമുക്ക് നമ്മൾ നല്ലൊരു കുഴിമന്തി കഴിക്കുക, ആ കുഴിമന്തി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷർ ഇല്ലേ, അത് കുറച്ചേരം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ അത് പോയി. പിന്നെ നമുക്ക് വിശക്കുമ്പോൾ വേറെ രീതിയിലാണ്. ഇങ്ങനെ സ്പർശം, ഇങ്ങനെ എല്ലാത്തിലും ഈ പ്ലഷറിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് എത്ര നമ്മൾ ഓട്ടപാത്രത്തിൽ വെള്ളം എടുത്തേക്കണ പോലെയാണ്. ഒരിക്കലും അത് നിറയില്ല. കൈവെള്ളയിലെ വെള്ളം പോലെ നമ്മളൊന്നും കണ്ട് ഇറക്കുമ്പോഴേക്ക് ആ വിരലിടകളിലൂടെ ആ വെള്ളം നഷ്ടപ്പെടുന്നത് പോലെയാണ്. ലൈഫിൽ നമ്മൾ കാണുന്ന സന്തോഷം എന്ന് പറയുന്നത് പ്ലഷറിലൂടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കിട്ടുന്ന പ്ലഷർ ആണെങ്കിൽ അത് ഹക്കാണ് നിലനിൽക്കുന്നത്. ഇത് നഷ്ടപ്പെടുമ്പോഴാണ് ചിലർ ഇതാണ് സന്തോഷം എന്ന് കരുതുന്നത്. എന്നിട്ട് എന്ത് കിട്ടാനാണ്? ഒരു രാജാവിന്റെ കഥയുണ്ട്. നിങ്ങൾ എത്ര പേരത് കേട്ടോന്ന് എനിക്കറിയില്ല. ഈ രാജാവിന് എല്ലാം ഉണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. ആ സൗഭാഗ്യങ്ങളൊക്കെ രാജാവിന് ആനന്ദം മാത്രമില്ല. ആനന്ദത്തിൽ ആറാടുന്ന ഒരു സന്തോഷം കൊണ്ട് കിട്ടുന്ന ഒരു വൈബുണ്ട്, ആനന്ദം. രാജാവ് എല്ലാവരോടും പറഞ്ഞു, എനിക്ക് ആനന്ദം കിട്ടുന്നില്ല, ആനന്ദം വേണം, ഞാൻ എന്തും ചെയ്യാം. അങ്ങനെ കൊട്ടാരത്തിൽ വരുന്ന ഒരു വിശ്വങ്കരൻ പറഞ്ഞു കൊടുത്തു, ആനന്ദം അനുഭവിക്കുന്ന ഒരാൾ ഡ്രസ്സ് ധരിച്ചാൽ നിങ്ങൾക്കും ആനന്ദം ലഭിക്കും. അങ്ങനെ ഭടന്മാർ മുഴുവനും അന്വേഷിക്കാൻ തുടങ്ങി രാജ്യത്ത്. ആ രാജ്യത്തെ സെലിബ്രിറ്റികളായ പ്രശസ്തരായ ആളുകളുടെ അടുത്ത് ചെന്നു. അവർക്കാവുമ്പോൾ ആനന്ദം ഉണ്ടാവുമല്ലോ. അവർ പറഞ്ഞു, ഞങ്ങൾ പ്രശസ്തരായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സാണ്, ഒന്ന് പുറത്തിറങ്ങാൻ വയ്യ. അപ്പോഴേക്കും ആളുകൾ കൂടുന്നു, ചോദിക്കുന്നു. ഞങ്ങളിങ്ങനെ അഭിനയിക്കുകയാണ് മൊറാലിറ്റി. കാരണം നമ്മുടെ സ്വഭാവം അവിടെ കാണിക്കാൻ പറ്റില്ല, ആൾക്കാർ കാണൂലേ. ഞങ്ങൾക്ക് ലൈഫിൽ ആനന്ദമില്ല. ഉടൻ തന്നെ അവർ വളരെ വലിയ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി. പണ്ഡിതന്മാർ തർക്കങ്ങളിലാണ്. പഠിച്ച അറിവ് എന്ത് ചെയ്യും? ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നില്ല അവർക്ക്. അവർ കാണുന്നവർക്കൊന്നും ആനന്ദമില്ല. ഭടന്മാരുടെ അന്വേഷണം വളരെ വിഷമത്തിലായി. ഇത് കൊണ്ടുവന്ന് കൊടുക്കണമല്ലോ. അപ്പോഴാണ് ഒരു കാളവണ്ടിയുടെ താഴെ ഒരു മനുഷ്യരിങ്ങനെ നിലത്ത് കിടന്നിങ്ങനെ ആനന്ദത്തിൽ ആറാടുന്ന ഒരു കാഴ്ച കണ്ടു. ഇവർക്ക് തോന്നി, ഇയാൾ ഭയങ്കര ഹാപ്പിയാണല്ലോ, ചിരിച്ച് കളിച്ച് ഭയങ്കര സന്തോഷത്തോടെയാണ് ആള്. അയാൾ ചോദിച്ചു, നിങ്ങൾ ഭയങ്കര ആനന്ദത്തിലാണല്ലോ. ആ ഇതിൻ്റെ കാളവണ്ടിയുടെ അടി കിടക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഭയങ്കര ആനന്ദത്തിലാണ്. എങ്കിലും നിങ്ങൾ വരൂ, നിങ്ങളുടെ ഒരു ഷർട്ട് തരൂ, ഞങ്ങൾ രാജാവിന് കൊണ്ട് കൊടുക്കട്ടെ. ഷർട്ടോ? അപ്പോഴാണ് ഭടന്മാർ ചോദിച്ചത്. ആ ചങ്ങായിക്ക് ഷർട്ടില്ല, ആകെ ഒരു എന്താ പറയുക, അടിവസ്ത്രം, ഒരു ഇത് മാത്രമേ ഉള്ളൂ, അരമുണ്ട് മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഷർട്ടില്ലാത്ത ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് ഷർട്ട് തരാണ്? ഞാനൊരു ദരിദ്രവാസിയാണ്. ഞാൻ ഷർട്ട് ഇട്ടിട്ടേ ഇല്ല. ഷർട്ട് വാങ്ങാനുള്ള പണമൊന്നും എനിക്കില്ല, ആകെ ഈ ഒരു അരമുണ്ട് മാത്രമേ ഉള്ളൂ. എങ്കിലും നിങ്ങൾ രാജാവിൻ്റെ അടുത്തേക്ക് വരുന്നറിഞ്ഞു. എന്തിന് ഞാൻ വരുന്നത്? ഞാൻ ഇവിടെ ഹാപ്പിയാണ്, രാജാവാണ് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന്. ഈ മനുഷ്യർക്ക് ഇതിൻ്റെ ഒരു വിലയേ ഇല്ല. രാജാവിനോട് പോയി എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരാളെ കണ്ട്, അയാളൊക്കെ ഷർട്ടൊന്നും ഇല്ല, പാവപ്പെട്ടവനാണ്. ഇപ്പൊ രാജാവ് വിചാരിച്ച്, ഈ പാവപ്പെട്ടവർക്ക് ഇത്ര ആനന്ദോ? അങ്ങനെ രാജാവ് ഇങ്ങോട്ട് വന്ന്, രാജാവിനെ കാണാൻ അങ്ങോട്ട് ഇയാൾ പോകില്ലാന്ന് പറഞ്ഞു. രാജാവിനോട് ഈ മനുഷ്യൻ പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്, നിങ്ങൾ ഈ ആനന്ദം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ളതാണ്. അതിന് നിങ്ങൾ പുറത്തന്വേഷിക്കണം എന്തിനാണ്? നമ്മൾ ഒരു സന്തോഷത്തിൽ
അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ജീവിത വിധിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നതല്ലല്ലോ കിട്ടുക. നമുക്ക് കിട്ടണതിൽ നമ്മൾ ആ നമുക്ക് ലൈഫിൽ കിട്ടുന്നത് എന്താണോ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. മറിച്ച് നമ്മൾ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആവണം, എൻ്റെ ഭാര്യ ഇങ്ങനെ ആവണം, എൻ്റെ അമ്മായിയും ഇങ്ങനെ ആവണം, എന്നിട്ട് അത് കിട്ടാതെ വരുമ്പോൾ കിടന്ന് സങ്കടപ്പെടുക, എന്നിട്ട് പ്രശ്നമായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുക, തല്ലും പിടിയും കൂടുക, എന്നിട്ട് ഒടുവിൽ ജീവൻ കൊടുക്കുക. ആനന്ദം നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടുമ്പോഴേ അത് പൂർണ്ണമാവുള്ളൂ. എൻ്റെ സന്തോഷം വേറൊരാളെ ഭാര്യയുടെ ഇതിലാണെങ്കിൽ ഭാര്യയുടെ മൂഡ് മാറി എൻ്റെ സന്തോഷം പോയില്ലേ, പിന്നെ ആ സന്തോഷം അവിടെ നിൽക്കുക. എൻ്റെ സന്തോഷം എൻ്റെ ഉള്ളിലാണ്. എൻ്റെ കൂടെ ഞാൻ മരിക്കണത് വരെ എൻ്റെ കൂടെ ആരാ ഉണ്ടാവുക? എൻ്റെ മക്കളോ എൻ്റെ ഭാര്യയോ? ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ എൻ്റെ കൂടെ. ആ എന്നിൽ എൻ്റെ സന്തോഷവും ആനന്ദവും ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയും. നമ്മൾ ആരെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അവരാണ് നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുക. ഒന്നുകിൽ മരണം കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തി കൊണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായി ആ കുട്ടിയുടെ മദറിനുമായും അമ്മാവിയും അതുപോലെ തന്നെ ഭർത്താവിന്റെയും ഭാഗത്തു നിന്നുള്ള പീഡനങ്ങളുടെ അവസാനമാണ് ഇന്നലെ സംഭവിച്ചത്. സഹിക്കാൻ വയ്യാതെയാണ് ഇന്നലെ ആ കുട്ടി സൂയിസൈഡിന് കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും ഇതിന്റെ പിന്നിൽ സംഭവിച്ച എല്ലാ വിഷയങ്ങളും പുറത്തു കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് അവിടുത്തെ നാട്ടിലെ ജനങ്ങളും ജമാഅത്തും എല്ലാം ഒരുമിച്ച് നിന്ന് ഈ വിഷയത്തിൽ എത്തിയിരിക്കുന്നത്. കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നൊരു സബ്സ്ക്രൈബർ വിളിച്ചു, അവരുടെ ഭർത്താവ് ഉമർ മുഖ്താർ എന്ന പേരുള്ള 33 വയസ്സുള്ള യുവാവ് പൊടുന്നനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കുടുംബമാണ്. അള്ളാഹു ആ മനുഷ്യർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ മനുഷ്യർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. നമ്മളെല്ലാവരും ഫാത്തിഹ ഓതിയിട്ട് ആ ഒരു മരണപ്പെട്ട ഉമർ മുഖ്താർ എന്ന 33-കാരന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ മറക്കരുത്. അള്ളാഹു നമ്മുടെയും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെയും ഒക്കെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാകട്ടെ. ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു, ഈ ഷംസുൽ ഉലമ എന്ന് പേരുള്ള കേരളത്തിലെ വിഖ്യാത പണ്ഡിതന്റെ പേര് EK അബൂബക്കർ മുസ്ലിയാർ. ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, സംസ്ഥയുടെ 100ാം വാർഷികമാണല്ലോ, സംസ്ഥയുടെ സ്ഥാപക പ്രസിഡന്റായ ആളുടെ പേരെന്താണ്? സംസ്ഥയുടെ സ്ഥാപക പ്രസിഡന്റായ ആ മഹാപണ്ഡിതന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കഥ മുമ്പ് കേട്ടവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.